ടീം വർക്ക് ആയതുകൊണ്ടാണോ ഒരു തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയെ തെറ്റുകാരനാക്കിയത്? ജിൻഡോ മുടിയെ പിടിച്ചെന്ന് പറഞ്ഞു. ജിൻഡോ അല്ലത് പിടിച്ചത്. ശരണ്യക്ക് വേണേ തിരുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ തരുക. അതായത് ശരണ്യയുടെ ഏത് വീഡിയോ എടുത്താലും ശരണ്യക്ക് വരുന്ന കമന്റുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാത്ത ജിൻഡോയെ തെറ്റുകാരനാക്കി. ജിൻഡോയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ പ്രതികരിച്ചേനെ. പക്ഷെ ശരണ്യ വീഡിയോ കണ്ടോ? കണ്ടു. ജിൻഡോയാണോ ചെയ്തത്? അതെന്തോ പ്രേക്ഷകർക്ക് പറയാനുള്ളത് പറയാം. അവൻ ജിൻഡോ അവിടെ ചിത്രീകരിക്കുമായിരുന്നു മോശക്കാരനായിട്ട്? അല്ല, ഞാൻ പറയാം. ആ കാര്യത്തിൽ ഞാൻ പറയാം. ന്യായമുള്ള കാര്യത്തിൽ നമ്മൾ സംസാരിക്കണമല്ലോ. അപ്പൊ നമുക്ക് ന്യായമുള്ള കാര്യത്തിൽ സമാധാനമായിട്ട് സംസാരിക്കാം. മറ്റേ ഫേസ് കണ്ടല്ലോ, അത് വരുന്നുണ്ട്. നമ്മൾ ഈ ടാസ്ക് ചെയ്യുന്ന സമയത്ത് ജിൻഡപ്പൻ എന്ന് പറഞ്ഞ ആൾ ആദ്യം ഋഷിയുടെ കൂടെ ഒരു ബഹളം ഉണ്ടായി, ഒരു ഫൈറ്റ് പോലെ ഉണ്ടായി. രണ്ടാമത് ഗബ്രിയുടെ കൂടെ ഒരു ഫൈറ്റ് പോലെ ഉണ്ടായി. അതിലെല്ലാം എക്സ്ക്യൂസ് കിട്ടിയിട്ടാണ് മൂന്നാമത് എന്റെ കൂടെ ഫൈറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, എന്റെ കൂടെ ഫൈറ്റ് ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു ടോക്ക് വന്നത് മുടി പിടിച്ച് വലിക്കുന്നത് ശരിയാണോ എന്നുള്ള ടോക്കാണ് സോഷ്യൽ മീഡിയയിലും അവിടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ, അവിടെ കണ്ടസ്റ്റന്റിലുള്ള ഒരു ടോക്ക്. പക്ഷെ ശരണ്യ എന്ന് പറഞ്ഞ വ്യക്തി ലാലേട്ടന്റെ എപ്പിസോഡിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ട ജിൻഡപ്പൻ എന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒരു കോർണർ ഇടിച്ചു, ചില്ല് എനിക്ക് പുറകില് അത് കൊണ്ടു, മുടി പിടിച്ച് വലിച്ചതായിട്ട് ജിൻഡപ്പനാന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഞാൻ എപ്പിസോഡ് എടുത്ത് കാണിച്ചു തരാം ലൈവ്. ഒരു മിനിറ്റ് ഞാൻ എടുത്ത് കാണിക്കാം. തോന്നുന്നു. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, ഉറപ്പാണോ? അത് ആയിരിക്കും തോന്നുന്നു. പിന്നെ ആ ബിഗ് ബോസ് ഹൗസില് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് എന്റെ തല താഴെയാണ്. എടുത്ത് നോക്കണം, എന്റെ തല താഴെയാണ്. ഞാൻ കുനിഞ്ഞിരിക്കുകയാണ്. പുറകിൽ മുടി വലിക്കുന്നത് ആരാണ്, പിടിച്ചെന്നെ കൊണ്ടുപോകുന്ന ആരാണ്, ജിൻഡപ്പനെ പുറകിലോട്ട് വലിക്കുന്ന ആരാന്ന് എനിക്കറിയില്ല. എനിക്കൊരു കുത്തിനിട്ട് ഇടിയും പുറകിൽ ഒരു ഇടിയും കൊണ്ട പെയിന്റിൽ ഞാൻ താഴെയാണ്. ഒരു ആങ്കർ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കും പറയാൻ തരുന്ന ക്ഷമ എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പോ ഇങ്ങനെ ഈ സമയത്ത് എന്റെ ഫ്ലോ കളഞ്ഞല്ലോ, സമാധാനമായല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വിഷ്വൽസ് വിസിബിൾ അല്ല. ഓക്കെ, അപ്പൊ എന്റെ ഒരു ഇതില് എന്റെ മുടി വലിച്ചിട്ടുണ്ട്. പലവരും പറയുന്നുണ്ട് ജിൻഡപ്പൻ വലിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ മുടി ഇവിടുന്ന് വലിക്കുന്നതും കണ്ട്, കൈ ഇവിടെ ഉണ്ട്. പക്ഷെ ആരുടെ കൈയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ്. ഈ വിഷ്വൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് എനിക്ക് ജിൻഡപ്പന്റെ ഫാൻസ് ആയിരിക്കാം എന്തോ ഇട്ടിട്ടുള്ളത് ഇത് കണ്ടു. ടു ബി ഫ്രാങ്ക്, അത് ജിൻഡപ്പൻ അല്ല. ആ കൈ ജിൻഡപ്പന്റെ ആയിരുന്നില്ല. മുടി വലിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ, ആ കൈ ജിൻഡപ്പന്റെ ആയിരുന്നില്ല. ആ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വലിച്ച സമയത്ത് അത് അർജുന്റെ കൈ ആയിരുന്നു. സോ അതെനിക്ക് മനസ്സിലായോണ്ട് ഞാൻ ടു ബി ഫ്രാങ്ക് എല്ലാം ജിൻഡപ്പൻ ഫാൻസിനോട് പറയുന്നു, എനിക്ക് അറിയാത്ത കാര്യമായിരുന്നു. ഐ അപ്പോളജൈസ്, ബിക്കോസ് എനിക്കത് അറിയത്തില്ല. പക്ഷെ ജിൻഡപ്പൻ ഇത് ചെയ്തത് എനിക്ക് അത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷെ മുടിന്റെ കാര്യത്തിൽ ഹി വാസ് നോട്ട് സോ. ഒരു മിനിറ്റ്, ഇങ്ങനെ ചെയ്യുന്ന ശരിയാണോ? ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, തെറ്റ് തന്നെ. പക്ഷെ ഇപ്പൊ പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഞാൻ പറയുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ജിൻഡപ്പൻ ഫാൻസ് അല്ലേ, നിങ്ങൾക്ക് എന്റെ എപ്പിസോഡ്സ് ഒരു മിനിറ്റ് ഹോട്ട്സ്റ്റാറിൽ ഉണ്ടാവും. ആ എപ്പിസോഡ് വൈറൽ എപ്പിസോഡാണ്, എടുത്ത് നോക്കണം. ലാലേട്ടനോട് നിന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എടുത്ത് നോക്കുക. പക്ഷെ ഇനി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് വന്ന് നമ്മൾ ഇത് കാണുമ്പോൾ ഞാൻ ആസ് എ ശരണ്യാണ്, ഞാൻ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു. അത് ജിൻഡപ്പൻ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ തെറ്റുകാരനാക്കിയിട്ട് പിന്നെ ക്ഷമ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കേസ് അല്ല, പിന്നെ രണ്ടാമത്തെ കേസ് ജിൻഡപ്പൻ പോലും എനിക്ക് കൈ തന്നു. ജിൻഡപ്പൻ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ആ ജിൻഡപ്പൻ പോലും മുടീന്റെ കാര്യത്തിനല്ല, ഇങ്ങനെ നിന്നെ ചെയ്യാൻ പാടില്ല, നീ ഒരു പാവാടി, സോറി ഇടുന്നു, ഞങ്ങൾ കൈ കൊടുക്കും. അതാണ് ഞങ്ങളുടെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്. നിങ്ങളുടെ കണ്ടസ്റ്റന്റ് ഞാൻ കണ്ടു. ഒരു ദിവസം കൊണ്ട് പ്രേമിക്കുന്നു, 2 ദിവസം കൊണ്ട് തേക്കുന്നു. നല്ല അടിപൊളി കണ്ടസ്റ്റന്റ്. ഞാനാണോ ആള്? അല്ല, ശരണ്യല്ല. പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ശരണ്യ പറയുന്നത് മറ്റുള്ളവർ ജിൻഡോയാന്ന് പറയുന്നത് കേട്ടു, ഞാൻ ജിൻഡോയാന്ന് പറഞ്ഞു. മറ്റുള്ളവർ വാക്ക് കേട്ട് പറയുന്ന വ്യക്തിയാണോ? അല്ല, മറ്റുള്ളവരെ കേട്ടോണ്ട് മാത്രല്ല, എന്റെ മുടി ഇവിടെ വലിച്ചതും കൈ ഇവിടെ ഉണ്ട്. പക്ഷെ ആ കൈ
പിടിച്ചത് ആരാന്നുള്ളത് പുറകിൽ നിന്നുള്ള വലിയായിരുന്നു, അത് എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഞാനിപ്പോ വന്നിട്ട് ഈ ചേട്ടന് മൂക്കിട്ട് 3 ഇടി ഇടിച്ചിട്ട് ചേട്ടൻ കുനിയുമ്പോ പുറകെ ഇടിച്ചിട്ട് ഈ ചേട്ടൻ വന്ന് ഇടിച്ചിട്ട് അപ്പൊ ചേട്ടൻ ആര് പറയും? എന്നെ പറയത്തു. ഞാൻ റോക്കിയല്ല, ഈ റോക്കിയല്ല ഞാൻ. ആവാതിരിക്കട്ടെ. ഓക്കെ.